ആരോഗ്യത്തിന് നല്ലതല്ലെന്നറിയാമെങ്കിലും പൊറോട്ട ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവാണ്. മലയാളികൾ മാത്രമല്ല, പുറത്തുള്ളവർക്കും ഇതിന്റെ രുചി അറിയാൻ താല്പര്യമുള്ളവർ പലരുമുണ്ട്. പൊറോട്ട കഴിക്കുമ്പോഴും പലർക്കും ആരോഗ്യമെന്ന കരുതലുണ്ടാകും. ഇത് ശ്രീലങ്കയിൽ നിന്നും വന്ന ഭക്ഷണമാണ്. അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക്, പിന്നീടാണ് കേരളത്തിലേക്ക് വന്നത്. അവിടെ നിന്ന് പണിക്കായി വരുന്നവർ കഴിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. ഇത് കഴിച്ചാൽ ഊർജം കിട്ടും എന്നതിനാൽ ശാരീരിക അധ്വാനം ചെയ്യുന്നതിനായാണ് ഇത് പണിക്കാർ കഴിച്ചു തുടങ്ങിയത്. എന്നാൽ ഇന്ന് ശരീരം അനങ്ങാത്തവരും ഇത് രുചിയോടെ കഴിക്കുമ്പോഴാണ് പലപ്പോഴും അപകടമാകുന്നത്. ഉയർന്ന കലോറിയുള്ള ഇത് ശാരീരിക അധ്വാനമില്ലാതെ കഴിക്കുമ്പോഴാണ് അപകടമുണ്ടാക്കുന്നത്. മൈദയാണ് ഇതിന് വില്ലത്തരം നൽകുന്നത്. ബേക്കറി വസ്തുക്കൾ എല്ലാം മൈദയിലുണ്ടെങ്കിലും പൊറോട്ട അല്പം കൂടുതൽ അപകടമാകുന്നത് മൈദ കുഴയ്ക്കാൻ ട്രാൻസ്ഫാറ്റുകളായ ഓയിൽ കൂടി ഉപയോഗിക്കുന്നുവെന്നതുകൊണ്ടാണ്. ഇതിൽ നാരുകളില്ല, പ്രോട്ടീൻ ഇല്ല. ഇതിൽ കലോറി കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ശരീരത്തിലെ ഷുഗർ തോത് ഉയർത്തും. ഇതെല്ലാം കാരണം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. മൈദ അത്യാവശ്യത്തിന് കഴിക്കാം. കഴിക്കേണ്ട ചില രീതികളുണ്ട്. നമ്മുടെ നാട്ടിൽ പലതരത്തിൽ പൊറോട്ട കിട്ടും. ചപ്പാത്തിയുടെ വലിപ്പമുള്ളതും ഇടത്തരം വലിപ്പമുള്ളതും കോയിൻ പൊറോട്ടയും എല്ലാം ഇതിൽ പെടുന്നു. ഇപ്പോൾ മീഡിയവും കോയിനുമാണ് പ്രചാരത്തിലുള്ളത്. ആവറേജിന് 85 ഗ്രാം മൈദയുണ്ട്. 245 കലോറി വരെ ഇതിലുണ്ട്. കോയിൻ പൊറോട്ടയിൽ 45 ഗ്രാമോളം, ആവറേജിന്റെ പകുതി കലോറി. എണ്ണത്തിൽ കൂടുതൽ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രമേഹവും നീർക്കെട്ടും ഫാറ്റി ലിവറും കൊളസ്ട്രോളും തടിയും എല്ലാം ഉണ്ടാകും. ഒപ്പം ബീഫും മറ്റുമാകുമ്പോൾ കലോറി കൂടും. നാം കഴിക്കുമ്പോൾ കഴിക്കുന്നതിന്റെ എണ്ണം ശ്രദ്ധിക്കുക. വണ്ണമുള്ളവരും ഡയറ്റ് എടുക്കുന്നവരും രോഗമുള്ളവരും മറ്റും പേരിന് ഒന്ന് മാത്രം കഴിക്കുക. ഇതുപോലെ മൊരിഞ്ഞ പൊറോട്ട ട്രാൻസ്ഫാറ്റ് മൊരിഞ്ഞാണ് ഉണ്ടാകുന്നത്. ഇത് കൂടുതൽ ദോഷമാണ്. ട്രാൻസ്ഫാറ്റ് കൂടുതൽ അപകടകരമാക്കുന്നു. ഇതുപോലെ നല്ല വിശപ്പുള്ളപ്പോൾ പൊറോട്ട ഒരു ഭക്ഷണമായി കഴിക്കാതിരിക്കുക. വിശപ്പിന് മറ്റെന്തെങ്കിലും കഴിച്ച് അതിനൊപ്പം മാത്രം കഴിക്കുക. പകൽ ആക്റ്റീവായിരുന്ന സമയത്ത് കഴിക്കുക. വൈകിട്ട് 6-ന് ശേഷം കഴിവതും പൊറോട്ട കഴിക്കാതിരിക്കുക. കാരണം ഇത് ഉറക്കത്തിലേക്കും റെസ്റ്റിലേക്കും പോകുന്ന സമയമാണ്. പൊറോട്ടയിൽ ഫൈബർ ഇല്ല. ഇതിനാൽ നാരുകളുള്ള ഏതെങ്കിലും ഭക്ഷണം കഴിക്കാം. സവാളയെങ്കിലും ശീലമാക്കുക. നാരുകളുള്ള ഭക്ഷണം പെട്ടെന്ന് ദഹിപ്പിക്കാൻ ഇത് സഹായിക്കും. ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഒരു പൊറോട്ടയ്ക്ക് പകുതി സവാള കഴിക്കുക. സാലഡുകൾ കഴിക്കുക. നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കാം. കോയിൻ പൊറോട്ടയാണെങ്കിൽ 2 എണ്ണം കഴിക്കാം. ഇതിനൊപ്പം പൊരിച്ച നോൺ വെജ് വിഭവത്തെക്കാൾ ചാറുള്ള വിഭവങ്ങൾ കഴിക്കുക. ഇത് കഴിച്ച ശേഷം എവിടെയെങ്കിലും ചടഞ്ഞിരിക്കാതെ നടക്കുകയെങ്കിലും ചെയ്യുക. ഇതുപോലെ മെല്ലെ നല്ലതുപോലെ ചവച്ചഴിച്ച് കഴിക്കുക. ഇത് പെട്ടെന്ന് വിശപ്പ് മാറാനും വയർ നിറഞ്ഞ തോന്നലുണ്ടാക്കാനും സഹായിക്കും. പൊറോട്ടയേക്കാൾ കൂടുതൽ കറി കഴിക്കുക. ഒപ്പം സാലഡും മറ്റും കഴിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കഴിക്കുക. ഇത് ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കുന്നതാക്കുക. വിശപ്പിന് കഴിക്കാതിരിക്കുക.